എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂരിലെ തന്ത്രി ശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാട് ചെയ്ത ചില കാര്യങ്ങൾ നമ്മുടെ ഹൈന്ദവ ആചാരങ്ങൾക്കൊക്കെ വിരുദ്ധമാണ്. സാർ അതിനൊരു മറുപടി പറയണം എന്നൊരു സുഹൃത്ത് ആവശ്യപ്പെട്ടു. ഈ ഗുരുവായൂരിലെ പൂജാവിധി സമ്പ്രദായം നടപ്പാക്കിയത് ശങ്കരാചാര്യരാണ് എന്നും അതല്ല പരശുരാമനാണ് എന്നും അതല്ല ചേന്നാസ് നമ്പൂതിരിപ്പാടാണ് എന്നുമുള്ള വാദങ്ങൾ നിലനിൽക്കുന്നു. അപ്പം അതിൻ്റെ സത്യം എന്താണെന്നറിയാൻ നമുക്ക് കുറച്ച് പുറകിലേക്ക് സഞ്ചരിക്കണം. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രസക്തി എന്താണ്? ആ വിഗ്രഹം, കൃഷ്ണശിലാഞ്ജന വിഗ്രഹം മനുഷ്യനിർമ്മിതമല്ല എന്നാണ് ഐതിഹ്യം. വൈകുണ്ഠത്തിൽ നിന്നും മഹാവിഷ്ണു അത് ബ്രഹ്മാവിന് കൊടുക്കുകയും ബ്രഹ്മാവ് അത് കശ്യപന് കൊടുക്കുകയും കശ്യപൻ അത് സുതപസ്സിന് കൊടുക്കുകയും സുതപസ് അത് വസുദേവർക്ക് കൊടുക്കുകയും വസുദേവർ അത് ശ്രീകൃഷ്ണന് കൊടുക്കുകയും ശ്രീകൃഷ്ണൻ അത് ഗോപികമാർക്ക് കൊടുക്കുകയും ചെയ്തു. ഗോപികമാർ ദ്വാരകയിൽ വെച്ച് പൂജിച്ചു കൊണ്ടിരുന്ന വിഗ്രഹമാണ് അത്. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം വലിയൊരു പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ ഈ വിഗ്രഹം അവിടെ നിന്നും പുറപ്പെട്ട് വെള്ളത്തിലൂടെ അങ്ങനെ ചാവക്കാട് കടപ്പുറത്ത് വന്നാണ് അടിഞ്ഞത്. അപ്പൊ സ്വർഗാരോഹണത്തിന് മുമ്പ് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറഞ്ഞിരുന്നു, ഇത് എവിടെയാണോ ചെന്ന് അടിയുന്നത് അവിടെ ഒരു ക്ഷേത്രം പണി ചെയ്യണമെന്ന് ബൃഹസ്പതിയോട് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് ചാവക്കാട് കടപ്പുറത്താണ് വന്ന് അടിഞ്ഞത്. അത് ബൃഹസ്പതിയോട് പറയുകയും ബൃഹസ്പതി അത് എവിടെ വേണം പ്രതിഷ്ഠിക്കാൻ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മനോമുകുരത്തിൽ ശിവപാർവതി നൃത്തം അനുഭവപ്പെട്ടത്. ശിവനും പാർവതിയും തമ്മിൽ നൃത്തം ചെയ്യുന്ന ഒരു സ്ഥലം, അതിന് തൊട്ടടുത്ത് പ്രതിഷ്ഠിക്കണമെന്നാണ് അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായത്. ആ സ്ഥലമാണ് ഇന്ന് മമ്മിയൂര് എന്ന് പറയുന്നത്. ശരിക്കും അന്ന് അംബാപുരം എന്നായിരുന്നു അതിന്റെ പേര്. പിന്നെ പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തായിരിക്കണം അത് ഇംഗ്ലീഷും മലയാളം കൂടി ചേർത്ത് മമ്മിയൂര് എന്നാക്കിയത്. അമ്പ എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണല്ലോ, മമ്മി എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണല്ലോ. അങ്ങനെ മമ്മിയൂര് എന്ന് പറയുന്ന ഒരു വികലമായൊരു പേര് അതിനുശേഷം വന്നതായിരിക്കണം. ശരിക്കും അത് അംബാപുരം എന്ന പേരിലാക്കേണ്ടതാണത് എന്ന് എൻ്റെ അഭിപ്രായം. ഏതായാലും അതിന് അടുത്തായിട്ടാണ് ആ വിധിപ്രകാരം ഉള്ള സ്ഥലം കണ്ടെത്തി അവിടെ പ്രതിഷ്ഠിച്ചത്. അത് വായുവിന്റെ സഹായത്തോടുകൂടി ഇങ്ങോട്ട് എത്തുകയും ദേവഗുരുവായ ബൃഹസ്പതി അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് ഗുരുവും വായുവും കൂടി ചേർന്ന് പ്രതിഷ്ഠിച്ച എന്ന അർത്ഥത്തിൽ ഗുരുവായൂര് എന്ന പേരതിന് വന്നത്. അവിടുത്തെ പ്രതിഷ്ഠ, അപ്പോ ബൃഹസ്പതിയാണ് അത് പ്രതിഷ്ഠിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയായിരിക്കും അവിടുത്തെ പൂജാവിധികളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. പിൽക്കാലത്ത് കാലക്രമത്തിൽ ഇതിപ്പോ ഏകദേശം 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അതിനുശേഷം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂമി കുലുക്കം മുതലായ സംഭവങ്ങൾ, യുദ്ധങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ടല്ലോ. അതിന്റെ ഫലമായിട്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. വിഗ്രഹം നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ഈ ആചാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കാം. പിന്നെ പിൽക്കാലത്ത് ഓരോരുത്തർ അതിനെ പുനരുദ്ധരിച്ചിരിക്കാം. അക്കൂട്ടത്തിൽ ശങ്കരാചാര്യർ അത് പുനരുദ്ധരിച്ചതായിരിക്കാം. എന്നാൽ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഈ വിഗ്രഹം രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്നെടുത്ത് അത് അമ്പലപ്പുഴയിൽ കൊണ്ടുപോയി സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട്. അതെന്താ കാരണം വിചാരിച്ചാൽ വേറെ ഏത് ക്ഷേത്രം പോയാലും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, അത് രണ്ടാമത് പുനരുദ്ധരിക്കാം. പക്ഷെ ഗുരുവായൂരിലെ വിഗ്രഹം നഷ്ടപ്പെട്ടാൽ അത് ഹൈന്ദവ സനാതനധർമ്മത്തിന്റെ ഒരു അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ട മാതിരിയാണ്. കാരണം അത് മനുഷ്യനിർമ്മിതമല്ല, വൈകുണ്ഠത്തിൽ നിന്ന് വന്നു എന്നാണ് ഐതിഹ്യം. അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഐതിഹ്യം, ഒരു വിശ്വാസം അതിന്റെ പുറകിലുണ്ട്. ഒരു എന്താ പറയാ, സത്തായിട്ടുള്ള അംശം അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതുകൊണ്ടാണ് അത് അമ്പലപ്പുഴയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചത്. പിന്നെ അത് അവിടുന്ന് കൊണ്ടുവന്ന് വീണ്ടും ഗുരുവായൂർ പ്രതിഷ്ഠിക്കാനുണ്ടായത്. അപ്പൊ തീർച്ചയായിട്ടും അപ്പോ ഈ ആചാരങ്ങളൊക്കെ പുതിയ രൂപത്തിലായിരിക്കും. അപ്പൊ ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ തന്ത്ര സമുച്ചയത്തെ അധികരിച്ചായിരിക്കാം പിന്നെ അത് ഉണ്ടായിട്ടുള്ളത്.
ഇനി ആര് പൂജാവിധി സമ്പ്രദായം ഏർപ്പെടുത്തിയാലും അതിൽ ഉചിതമല്ലാത്തൊരു കാര്യവും ഉണ്ടാവില്ല, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിനൊരു പെലയുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആ പെല സമയത്താണ് അവിടെ വന്ന് വിളക്ക് കൊളുത്തിയതും ഒക്കെ പറയുന്നു. അത് തികച്ചും അസംബന്ധമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇദ്ദേഹമൊക്കെ എങ്ങനെയാണ് അവിടുത്തെ തന്ത്രിയായി മാറിയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ പറയുന്നു ശങ്കരാചാര്യർ മിത്ത് ആണ്. ശങ്കരാചാര്യർ മിത്താണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് നമ്മുടെ എം ബഷീർ ഒരു കാര്യം പറയുകയുണ്ടായി. പൂന്താനം ഇല്ലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച്, ഗുരുവായൂർ ദേവസ്വവുമായിട്ട് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഒരു പ്രശ്നത്തിൽ ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചു കോടതിയിൽ. പൂന്താനം ജീവിച്ചിരുന്നിട്ടില്ല. അപ്പോൾ ബഷീർ അദ്ദേഹം പറയുന്നത്, ആരെങ്കിലും ഇതിന് പ്രതികരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. ആരും പ്രതികരിച്ചില്ല. പക്ഷേ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു കത്തയച്ചു അഡ്മിനിസ്ട്രേറ്റർക്ക്. എന്താ കത്തയച്ചത്? അങ്ങയുടെ അഫിഡവിറ്റ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു സംശയം, ജ്ഞാനപ്പാന എഴുതിയത് അങ്ങയുടെ പിതാവാണോ എന്ന് ചോദിച്ചൊരു കത്തയച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിതാവ് എന്നുള്ള വാക്കല്ല പ്രയോഗിക്കേണ്ടത്, പക്ഷെ എൻ്റെ സംസ്കാരം എനിക്ക് കാത്തു സൂക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞ മാതിരി ആ ഒരു ബഷീറിന്റെ വാക്ക് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളും ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ള മാതൃപഞ്ചകം പോലെയുള്ള കൃതികൾ, സൗന്ദര്യലഹരി മുതലായ കൃതികൾ, ഇതൊക്കെ ഇങ്ങേരുടെ പിതാവ് എഴുതിയതാണോ അല്ലെങ്കിൽ പിതാവ് സ്ഥാപിച്ചാണോ മഠങ്ങൾ എന്ന് ചോദിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ശുദ്ധമായ അസംബന്ധമാണ് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഒരു സമാധാനം, നാരദ മഹർഷി തന്നെ പറഞ്ഞിട്ടുണ്ട്, കലിയുഗത്തിൽ സനാതനധർമ്മത്തിന് വലിയ കോട്ടം തട്ടും. അവസാനം ധർമ്മം വിജയിക്കും, പക്ഷേ ഇടക്കാലത്തൊരു കോട്ടം തട്ടും. ഈ ദശരഥൻ പറഞ്ഞ പോലെ സീതാസ്വയംവരം കഴിഞ്ഞു വരുന്ന സമയത്ത് ചില അപശകുനങ്ങളൊക്കെ കണ്ടപ്പോൾ ദശരഥന് ഭയമായി. ദശരഥൻ വസിഷ്ഠനോട് ചോദിച്ചു, ഇത് എന്താ ഇത് ഇങ്ങനെ, വല്ല അപകടവും ഉണ്ടാകുമോ? അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, മഹാരാജാവ് പേടിക്കണ്ട, ഒരു ഭീതി ഉണ്ടാവും, അത് കുറച്ച് കഴിഞ്ഞാൽ നീങ്ങിപ്പോകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കാണ് പരശുരാമൻ വന്ന് തടുക്കാൻ വന്ന് നോക്കാൻ. അതിനെയാണ് ഈ ഭീതി എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ തൽക്കാലം ഒരു ക്ഷീണം സനാതനധർമ്മത്തിന് കലിയുഗത്തിൽ ഉണ്ടാകും. പക്ഷെ അവസാനം, കലിയുഗാവസാനത്തിൽ യാതൊരു സംശയവുമില്ല, സനാതനധർമ്മം തന്നെയാണ് നിലനിൽക്കുക. അതിൻ്റെ ഇടയിലുണ്ടാവും. കാരണം എന്ത് വന്നാലും അതൊരു കാലയളവുണ്ടല്ലോ. ഇപ്പൊ രാവണന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. രാവണൻ ജനിച്ച് എത്രയോ കഴിഞ്ഞതിന് ശേഷമാണല്ലോ രാമൻ വന്നത്. ഈ രാവണന്റെ ദുഷ്ടകൃത്യങ്ങൾ സഹിക്കാൻ വയ്യാണ്ടാണല്ലോ മഹർഷിമാരെല്ലാവരും എല്ലാവരും കൂടി ചേർന്ന് മഹാവിഷ്ണുവിനെ ധ്യാനിക്കുകയും ദശരഥന്റെ പുത്രനായി വന്ന് അവതരിക്കണം എന്ന് പറയുകയൊക്കെ ചെയ്തത്. അപ്പൊ അനവധി കാലം ഈ രാവണന്റെ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. എന്നിട്ടും രാമൻ ജനിച്ചിട്ട് വീണ്ടും പ്രായപൂർത്തി എത്തിയതിനു ശേഷം വീണ്ടും 13 വർഷം കഴിഞ്ഞു, 14ാമത്തെ വർഷമാണല്ലോ വധിച്ചത്. അപ്പൊ ഇത്രയും കാലം സമൂഹം ഈ അധർമ്മം സഹിക്കേണ്ടി വന്നു. അത് വിധിയാണ് എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മുടെ വിധിയിൽപ്പെട്ടതാണ്. ഏതായാലും ഭഗവാനാണല്ലോ, ഭഗവാൻ എല്ലാറ്റിനൊരു പരിഹാരം കാണും, യാതൊരു സംശയവുമില്ല. ഇന്നേ വരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഏത് കാര്യം എടുത്തു നോക്കൂ, അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയുന്ന രൂപത്തിലാണ്. ഇപ്പോ ബ്രിട്ടീഷുകാർ ലോകം മുഴുവനും അടക്കി ഭരിച്ചതാണല്ലോ ഒരു കാലത്ത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അവിടെ ജനസംഖ്യ കുറവാണ്, അതുകൊണ്ട് വാതിൽ തുറന്നിട്ടു ആൾക്കാർ വരാൻ വേണ്ടിയിട്ട്. വന്നവർ മുഴുവനും എന്തായി? കുറച്ചൊരു അക്രമകാരികളായിരുന്നു. അവരവിടെ ആധിപത്യം സ്ഥാപിച്ചു. ഇപ്പൊ പാർലമെന്റിൽ പോലും ആധിപത്യം സ്ഥാപിച്ചു തീവ്രവാദികൾ. ഇനി കുറച്ചു കഴിഞ്ഞാൽ അത് അഫ്ഗാനിസ്ഥാൻ പോലെയോ അല്ലെങ്കിൽ സിറിയ പോലെയോ ഉള്ള ഒരു രാജ്യമായി മാറാൻ അധികം താമസമൊന്നുമില്ല. കാരണം കാലം കണക്ക് പറഞ്ഞ് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക. ഈ വന്ന തീവ്രവാദികളും മുള്ളാണ്, അവരും മുള്ളാണ്. മനസ്സിലായേ? ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. ഏത് സംഭവം എടുത്തു നോക്കിയാലും കാലം കണക്ക് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കത് വലിയൊരു കാലയളവായിട്ടാണ് കാണാൻ.
അല്ലേ? അല്ലല്ല, അത് അപ്പം തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ഈ കാലപ്രമാണത്തിൽ വ്യത്യാസമുണ്ടല്ലോ. ബ്രഹ്മാവിന്റെ ഒരു പകല് എന്ന് പറയുന്ന സമയത്ത് ഒരു കൽപ്പകാലമാണ്. ഒരു കൽപ്പം തന്നെ 14 മന്വന്തര. ഒരു മന്വന്തരം പറഞ്ഞ 71 ചതുർയുഗ. ഇത്രയും സമയമുണ്ട്. അപ്പൊ അവിടെ പെട്ടെന്ന് കഴിയും. പക്ഷെ നമുക്കത് അനുഭവിക്കണമെങ്കിൽ കാലം കുറെ വരും. ഇപ്പൊ ദേവന്മാരുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 360 മനുഷ്യവർഷ, അല്ലേ? അവർക്കൊരു വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ഇവിടെ 3 ജന്മം കഴിഞ്ഞിട്ടുണ്ടാവും. 3 4 ജന്മം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലേ? അപ്പൊ അവിടെയൊക്കെ അത് പെട്ടെന്ന് കഴിയും. പക്ഷെ അത് ഇവിടെ ഭരിക്കണമെങ്കിൽ, ഭൂമിയിൽ ഭരിക്കണമെങ്കിൽ അത് കുറച്ച് കാലതാമസം വരും, നമുക്ക് അനുഭവപ്പെടും. അതങ്ങനെയാണല്ലോ. ഇപ്പോ നമുക്കിപ്പോ ഒരു ശരാശരി 100 വയസ്സ് എന്നൊക്കെയാണല്ലോ കലിയുഗത്തിൽ പറയുന്നത്. 100 ഉണ്ടാവില്ല, വളരെ ചെറുപ്പത്തിലൊക്കെ ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ എങ്കിലും ശരാശരി 70 80 ആ കാലഘട്ടത്തിലാണ് ഭൂരിപക്ഷം പേരും പോകുന്നത്. പക്ഷെ ഈ കാലയളവ് തന്നെയാണ് ഈയമ്പാറ്റകൾക്കും അവർക്ക് അനുഭവപ്പെടുന്ന ഈ കാലഘട്ടം തന്നെയാണ്, അല്ലേ? 10 വർഷം 15 വർഷമൊക്കെ ജീവിക്കുന്ന ജീവികളില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാലയളവാണ്. നമുക്കാണ് നിസ്സാരം എന്ന് തോന്നുന്നത്, അല്ലേ? ഒരു ഗ്ലാസ് വെള്ളം ഒരു ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന് മുങ്ങിച്ചാവാൻ അത് മതി. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ ഈ കാലപ്രമാണത്തിന്റെ മാറ്റമാണത്. അപ്പൊ ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം ഇതെല്ലാം നേരത്തെ കൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നടക്കും. അപ്പൊ അതുകൊണ്ട് അതില് കൂടുതൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പ്രതികരിക്കണം. ഇത് രാവണൻ പറഞ്ഞ പോലെ, രാവണൻ മാരീചന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ ഒരു മാനിന്റെ വേഷമെടുത്ത്, മനോഹരമായ ഒരു മാനിന്റെ വേഷമെടുത്ത് സീതയെ ഭ്രമിപ്പിക്കേ, എന്നിട്ട് രാമലക്ഷ്മണന്മാരെ അവിടുന്ന് അകറ്റ്, ഞാൻ സീതയെ കൂട്ടിക്കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞപ്പോൾ മാരീചൻ പറഞ്ഞു, നീ അബദ്ധം ചെയ്യാൻ പോകണ്ട. കാരണം രാമൻ സാധാരണ മനുഷ്യനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ മനുഷ്യാവതാരമാണ്. മാത്രവുമല്ല നിന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് ജനിച്ചിട്ടുള്ളത്, ഇവിടെ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ വേണ്ടാത്തതിനൊന്നും പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ രാവണൻ ഒരു മറുപടി പറയുന്നുണ്ട്. സാക്ഷാൽ മഹാവിഷ്ണു രാമനായി വന്ന് എന്നെ വധിക്കാനാണെങ്കിൽ, പിന്നെ ആര് വിചാരിച്ചാലോ അത് തടുക്കാൻ കഴിയാം? പറ്റുമോ? ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പണി നീ ചെയ്യും എന്ന് വെച്ചാൽ വിധി ആർക്കും തടുക്കാൻ പറ്റില്ല, അത് അതിന്റെ പാട്ടിന് പോകും. പക്ഷെ എന്ത് വെച്ച് നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇതിനെതിരായ ശക്തമായ പ്രക്ഷോഭവും ഒക്കെ നമുക്ക് വേണം. വരുമ്പോൾ പോട്ടെ, അത് അനുഭവിച്ചേ തീരുള്ളൂ, അല്ലേ? നമുക്ക് രോഗം വന്നു, മരണകാരണമായ രോഗമാണ് എന്ന് അറിഞ്ഞാലും നമ്മൾ ചികിത്സിക്കുമല്ലോ, അല്ലെ? ചികിത്സിക്കണം, നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യണം, അല്ലെ? മരണം അതതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ പോലെ വിധി അതിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ഇത്തരം അനാചാരങ്ങൾക്ക് അല്ലെങ്കിൽ ധിക്കാരം എന്ന് അതിനൊക്കെ പറയാം, അതിനെ നമ്മൾ പ്രതികരിച്ചേ മതിയാവും. ഭക്തജനങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം. കാരണം ഇപ്പോ കോടതിയിൽ കേസ് എന്തെങ്കിലും കാര്യത്തിന് പോയാൽ പോലും ചില പ്രധാനപ്പെട്ട സംഗതികൾ വരാനൊക്കെ കാലത്ര താമസം പിടിക്കും. അതേ സമയത്ത് ഒരു പ്രക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും അതിൽ ശ്രദ്ധിക്കും, യാതൊരു സംശയവുമില്ല. ശ്രദ്ധിച്ചേ മതിയാകും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭം ഹൈന്ദവ സമൂഹം എടുക്കുക തന്നെ വേണം. എന്നാലാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ അവിടെ നിന്ന് മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ സാമ്പത്തികമാണല്ലോ. ഇത് കപടഭക്തിയാണത്. യഥാർത്ഥത്തിൽ ഒരു ഭക്തനായിട്ടുള്ള തന്ത്രി യാതൊരു കാരണവശാലും ക്ഷേത്രത്തിന് വിരുദ്ധമായ, ആചാരങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഇപ്പൊ ഈ ഉദയാസ്തമന പൂജ 2 തരത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമുക്ക് ബുക്ക് ചെയ്യാം ഉദയാസ്തമന പൂജ. അങ്ങനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഗുരുവായൂർ ഏകാദശി ദിവസം സാധാരണ പതിവുണ്ട് ഉദയാസ്തമയ പൂജ എങ്കിൽ ആ ദിവസം ഒഴിവാക്കിയിട്ടേ ബുക്കിംഗ് നടത്തുള്ളൂ. കാരണം ഇത് ക്ഷേത്രത്തിൽ വേണമല്ലോ. ഗുരുവായൂർ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ വേണമല്ലോ. അത് ക്ഷേത്രത്തിന്റെ വകയായിട്ട് അത് അല്ലെങ്കിൽ ഭക്തരുടെ ആവശ്യപ്രകാരം നടക്കുന്നതാണ്. ഈ ബുക്കിംഗ് അത് ആ ദിവസം ഒഴിവാക്കും. സാധാരണഗതിയിൽ അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണല്ലോ. കാരണം ഈ ഒരാള് ബുക്ക് ചെയ്തതാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യം അത് മാറ്റാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. പക്ഷേ അത് ക്ഷേത്രത്തിൻ്റെതാണെച്ചെങ്കിൽ അതെങ്ങനെയാ, ക്ഷേത്രത്തിന്റെ ആചാര പദ്ധതിയിൽപ്പെട്ടതാണെച്ചാൽ എങ്ങനെയാ മാറ്റാൻ പറ്റുക? അത് മാറ്റാൻ പറ്റില്ല. അതാ പറഞ്ഞ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞത്. ഞാനൊരു വഴിപാട് നടത്തി,
ആ വഴിപാട് ദിവസം അന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നീക്കി വെക്കാൻ പറ്റും. ഇപ്പോൾ അവിടെ ഈ ഓഡിറ്റോറിയത്തിലൊക്കെ കലാപരിപാടികളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും അത് മാറ്റാനുള്ള അവകാശം ഇതിനുണ്ടെന്ന്, പിന്നെ ദേവസ്വത്തിനുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ കാണും. അത് അങ്ങനെയുണ്ട്. പക്ഷേ ക്ഷേത്രത്തിന്റെ വകയായിട്ടൊന്ന് നടക്കുകയാണെച്ചെങ്കിൽ അതെങ്ങനെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഉദയാസ്തമന പൂജ ബുക്ക് ചെയ്യുകയാണെങ്കിൽ സാധാരണഗതിയിൽ ആ ഗുരുവായൂർ ഏകാദശി ദിവസം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലെ ബുക്കിംഗ് വരാൻ പാടുള്ളൂ. അങ്ങനെ ആയിരിക്കണം. ഗുരുവായൂർ ഏകാദശി ദിവസം ആ ക്ഷേത്രത്തിന്റെ ആചാരം എന്ന നിലയ്ക്ക് ഉദയാസ്തമന പൂജ നടത്തുകയും വേണം. അപ്പോൾ ഈ തന്ത്രി വേണ്ട എന്ന് പറഞ്ഞതിന് 2 കാരണമുണ്ട്. മനസ്സിലായേ? ഒരാൾ ബുക്ക് ചെയ്താണെച്ചെങ്കിൽ വേണ്ട അന്ന് മാറ്റിവെക്കാന്ന് പറഞ്ഞാൽ ന്യായമുണ്ട്. കാരണം അത് മുമ്പ് പതിവുണ്ട് ഈ കാര്യത്തിൽ, അല്ലെങ്കിലും വേറെ പല കാര്യങ്ങളിലും. അതാ ഞാൻ പറഞ്ഞു, അവിടെ വല്ല കലാപരിപാടികളും അവതരിപ്പിക്കുവാൻ പോവുകയാണെങ്കിൽ സന്ദർഭാനുസരിച്ച് അത് മാറ്റാനുള്ള അധികാരം അവർക്കുണ്ടെന്ന് അതിൽ എഴുതി കാണും. എന്നാൽ ക്ഷേത്രത്തിന്റെ വകയായിട്ടുള്ളതാണെച്ചെങ്കിൽ മാറ്റാൻ പറ്റില്ല, ആചാര പദ്ധതിയിൽപ്പെട്ടതാണെച്ചെങ്കിൽ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇത് ഈ ഗുരുവായൂർ ഏകാദശി ദിവസമുള്ള ഉദയാസ്തമന പൂജ അത് ആരും ബുക്ക് ചെയ്തതായിരിക്കാൻ വഴിയില്ല. അത് ക്ഷേത്രത്തിന്റെ ആചാര പദ്ധതിയിൽപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയുന്നത് മഹാ അബദ്ധമാണ്, ഹൈന്ദവ സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ ഇതിന് പ്രതിഷേധിക്കുക തന്നെ വേണം. പല രൂപത്തിലും പ്രതിഷേധം ശക്തമാക്കുക തന്നെ വേണം. വിധി അതിൻ്റെ വഴിക്ക് വരട്ടെ. രാവണൻ പറഞ്ഞ പോലെ ആർക്കാണോ തടുക്കാൻ പറ്റുക? രാമൻ എന്നെ വധിക്കാനാണ് വന്നതെങ്കിൽ അത് ആർക്ക് തടുക്കാൻ പറ്റും? പറ്റില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞത് നീ ചെയ്യുന്നു പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ വിധി അതിൻ്റെ വാട്ട് വരട്ടെ. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് ശുദ്ധ അസംബന്ധമാണ്. മനസ്സിലായില്ലേ? അയാൾ ഭക്തനുമല്ല, ഒന്നുമല്ല. അതാണ് പറയുന്നത്, ഈ വിവരമുള്ളവർ വിവരദോഷം പറയുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക. വിവരമില്ലാത്തവൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞത് ദേഷ്യം വരില്ല, അവന് വിവരമില്ലല്ലോ. ഒരു തന്ത്രിയായിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? അല്ലെങ്കിൽ പിന്നെ അയാൾ എങ്ങനെ തന്ത്രിയായി? അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അതിശക്തമായ പ്രതിഷേധം ഞാനും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.